ഹലോ എവരി വൺ. ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. അതായത് നമ്മൾ കുറേ കാലമായിട്ട് ആശിച്ചിരുന്ന ഒരു പ്ലാൻ ചെയ്ത് പിന്നെ അവസാനം തിരഞ്ഞ് ഏറ്റവും ലാസ്റ്റ് കണ്ടുപിടിച്ച് സെലക്ട് ചെയ്തൊരു അടിപൊളി മോഡൽ ക്യാമറയുണ്ട്, സോണി ZV1. അപ്പോൾ സോണി ZV1 ക്യാമറയുടെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ അത് ബോക്സിങ്ങിന് ആമസോണിൽ നിന്ന് നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തുറക്കുന്നത് ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം, അതിനുള്ള കത്തി റെഡിയാണ്, എല്ലാ സെറ്റും റെഡിയാണ്. നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. സോണി ZV1 ക്യാമറയുടെ അൺബോക്സിങ് ഇവിടെ ആരംഭിക്കുകയാണ്. ആമസോണിൽ നിന്ന് നല്ലൊരു പാക്കിങ്, അടിപൊളി പാക്കിങ്ങിലാണ് വന്നിങ്ങനെ. വോയിഡ് സ്റ്റോപ്പ് എന്നിട്ട് ബാഗ് ടാമ്പേഡ് ഒക്കെ അങ്ങനെ ഒരു കുറേ ഭാഷകളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഭംഗിയായിട്ട് പൊളിക്കാം കേട്ടോ. ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ കത്തി ഉപയോഗിച്ച് പൊളിച്ച് ടാൻടടാങ് ആമസോണിൻ്റെ ആ ടൈറ്റ് നീറ്റ് പാക്കിങ് ഇങ്ങോട്ട് തുറക്കണം നമ്മൾ. വാവ്, പിന്നെ അത് തുറന്നു. അങ്ങനെ നമ്മൾ അതെടുത്തു. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബാഗിനകത്ത് ഇതിൻ്റെ ബില്ലുണ്ട് കേട്ടോ, ബില്ല് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബില്ല് എമൗണ്ട് ഒരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ കേട്ടോ, ഞാൻ ലാസ്റ്റ് പറയാം. നല്ല കവറുണ്ട്, അത് നമ്മൾ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഇത് തുറക്കാൻ പോകാം കേട്ടോ. സോണി ZV1 അൺബോക്സിങ്. നല്ല വലിയ ബോക്സ് കേട്ടോ, അത്രയും വലിയ ബോക്സാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടി. ഓർഡർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ സപ്ലൈ ചെയ്തവർ. വാവ്, ഇതാണ് വീണ്ടും അടുത്തൊരു കുഞ്ഞു ബോക്സ്, സോണി ZV1. ഫോട്ടോ കണ്ട? ഓക്കെ, ഇത് സോണിയുടെ പാക്കിംഗ് ആണിത്, സോണി ZV1 വ്ളോഗ് ക്യാമറ. ഓക്കെ, അങ്ങനെ അവർ പറഞ്ഞിട്ട് നമുക്കതിൻ്റെ ക്യാമറയുടെ ഫോട്ടോ ഉണ്ട്, അതിൻ്റെ ഗ്രിപ്പുണ്ട്, ഷൂട്ടിംഗ് ഗ്രിപ്പ്, 2 ബാറ്ററി, അതുപോലെ 64 GB ഒരു മെമ്മറി കാർഡ്. ഇത്രയാണ് ഇതിലുള്ള സംഗതികൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒറിജിനൽ സ്റ്റാമ്പ് പൊട്ടിക്കാൻ പോവുകയാണ് സോണിയുടെ. അത് പൊട്ടിച്ചു. വാവ്, അത് തുറന്നു. ആദ്യമായിട്ട് തുറക്കുക കേട്ടോ, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഫസ്റ്റ് തുറക്കുക. ഇപ്പോൾ ഇത് ക്യാമറയുടെ മറ്റൊരു ബോക്സ്, ഇതാ ഷൂട്ടിംഗ് ഗ്രിപ്പ്, അടുത്തതായിട്ട് താഴെ വീണുപോയി, 2 ബാറ്ററിയുടെ കവറുകളുടെ പ്രപഞ്ചമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് തുറക്കണ്ടേ. ബാറ്ററി തുറക്കാം, അല്ലെങ്കിൽ ഗ്രിപ്പ് തുറക്കാം, അതല്ലെങ്കിൽ ക്യാമറ തന്നെ തുറക്കാം. 64 GB മെമ്മറി കാർഡ് ഇൻസൈഡ്, 2 വർഷത്തെ വാറണ്ടി ഉണ്ട് സോണിയുടെ. അപ്പോൾ വീണ്ടും ഇവിടെ സോണിയുടെ സീലുണ്ട്, നമ്മൾ പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചു. നമ്മൾ ഈ ക്യാമറ തുറന്നു. ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടല്ലോ. ഇതവിടെ സോണിയുടെ ബില്ലാണ്, വാറണ്ടി കാർഡ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, പിന്നെ അതിൻ്റെ പ്രൊഡക്ട്സ് മാനുവലുണ്ട്. ഓക്കെ, 1 2 3 ഉണ്ട്. നമ്മുടെ ക്യാമറ എവിടെ? ഓക്കെ, വാവ്, കിട്ടിപ്പോയി. വാവ്, തീരെ കുഞ്ഞൻ, അടിപൊളി കേട്ടോ. വാവ്, നമ്മുടെ സോണി ZV1 വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ ഇതിലായിരിക്കും. നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. കുറച്ച് ദിവസം ഇത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം വീണ്ടും അടുത്ത വീഡിയോകളിടാം. കയ്യിൽ പിടിക്കാനൊക്കെ വളരെ സൗകര്യം കേട്ടോ, വളരെ ഹാൻഡിയാണ്. ഇവിടെ ഇതിൻ്റെ മൈക്ക് ഉണ്ട്, അതുപോലെ ഇവിടെ ഹോട്ട് ഷൂ ബട്ടൺ ഇവിടെയുണ്ട്. നമുക്ക് ഇവിടെ എക്സ്റ്റേണൽ മൈക്കൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ സോണിയുടെ ഒരു എക്സ്റ്റേണൽ മൈക്ക്, വയർലെസ് മൈക്ക് വാങ്ങിയിട്ടുണ്ട്, അതിവിടെ ഫിറ്റ് ചെയ്യാം. നമുക്ക് ഫ്ലാഷോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം. പിന്നെ ഇവിടെ അതിൻ്റെ ഒരു അഡ്ജസ്റ്റിംഗ് ലെൻസ്. ഓക്കെ, ഇതിൻ്റെ ലെൻസ് അഡ്ജസ്റ്റബിൾ അല്ല, റിമൂവബിൾ അല്ല. ഓക്കെ, പിന്നെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ക്ലിക്ക് ബട്ടൺ ഉണ്ട്. ഇതൊന്നും എനിക്കിപ്പോൾ അറിയില്ല, അതെല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം. അപ്പോൾ ക്യാമറ ഉണ്ട്, ഇതതിൻ്റെ കേബിള്, USB പോർട്ട്. ഇതാണ് ഡെഡ് കാറ്റ്, നമ്മളിവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്.
അതിൻ്റെ കവറ് ഒക്കെയാണ്. ഇതാണ് അവൻ്റെ മൈക്ക്. ഓക്കെ, ഇൻറ്റേർണൽ മൈക്ക്, ബിൽറ്റിൻ മൈക്ക് ഇതിലാണ്. അപ്പോൾ അതിൽ ആ ഒരു നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള സംഗതിയാണിത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഉള്ളത് നോക്കാം. ഇതിനകത്ത് 2 ബാറ്ററി ഉണ്ട്, എക്സ്ട്രാ ബാറ്ററി ഒരെണ്ണമുണ്ട്. പിന്നെ സോണിയുടെ മെമ്മറി കാർഡ് ഉണ്ട്. ഓ, ഭയങ്കര പാക്കിംഗ് കേട്ടോ, സമ്മതിച്ചു. അടിപൊളി പാക്കിങ്. ഓ ഓ അത് പിന്നെ പൊളിക്കാം. ഓക്കെ, ഇനി നമുക്കെന്നാൽ ഷൂട്ടിംഗ് ഗ്രിപ്പ് നോക്കാം. ഈ ഗ്രിപ്പ് ഇതിന് ആവശ്യമാണോ അല്ലയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ ഒരു 10,000 റുപ്പീസ് കുറവുണ്ട്. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്ന് ഞാൻ കുറേ ആലോചിച്ചതിന് ശേഷം എടുക്കാൻ തീരുമാനിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രിപ്പ്. ഓക്കെ, അടിപൊളി. ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യാനും മൂവിയുടെ ബട്ടൺസ് ഇതിലുണ്ട്, ലോക്ക് ബട്ടൺ ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് അതുപോലെ നമുക്കിങ്ങനെ ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാലേ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തൊക്കെയാണുള്ളത്? കുറേ പാക്കിങ്ങുകളാണ്. പിന്നെ എക്സ്ട്രാ ബാറ്ററി ഉണ്ട്. അതിലൊരു ബാറ്ററി ഉണ്ട്. ഓക്കെ, അതപ്പം ഇതിനായിട്ടുള്ള ബാറ്ററിയാണ്. ഇതിൻ്റെ ബാറ്ററി ആയിരിക്കും അത്. യെസ്, ഇതിലൊരു ബാറ്ററി ഉണ്ടേ, അതാണത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സോണി ക്യാമറ വന്നു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ഷൂട്ടിങ്ങൊക്കെ ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ മൊബൈലിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. ഈ ഒരു ക്യാമറ കിട്ടിയതിൽ വളരെ ഹാപ്പിയാണ്. ഇവൻ്റെ കുറച്ച് ദിവസം ഉപയോഗിക്കുന്ന രീതികൾ ഉപയോഗിച്ചതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. നമുക്ക് 2 ബാറ്ററി കിട്ടിയിട്ടുണ്ട്. മെമ്മറി കാർഡ് എവിടെയാണ്? മെമ്മറി കാർഡ് പൊളിച്ചെടുക്കാം, അപ്പം തന്നെ പൊളിച്ചെടുക്കാം. സോണിയുടെ പാക്കിങ് സൂപ്പറാട്ടോ, സംശയമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ കുഞ്ഞൻ കവറിനകത്താക്കി ഒരു 64 GB. അപ്പോൾ നമ്മൾ ഈ 10,000 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കുമ്പോഴേ നമുക്ക് ക്യാമറയിൽ കൂടുതലായിട്ട് കിട്ടുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ഗ്രിപ്പ്, അതുപോലെ ഒരു എക്സ്ട്രാ ബാറ്ററി, പിന്നെ ഒരു മെമ്മറി കാർഡ്. ഇത്രയും സംഗതികൾ എക്സ്ട്രാ കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഷൂട്ടിംഗ് ഗ്രിപ്പ് കൂടെയുള്ള പാക്കിംഗ് എടുക്കുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അതൊരു കോസ്റ്റ് വൈസ് അതധികം കൂടുതലല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതൊക്കെ നമുക്ക് എന്തായാലും ആവശ്യം വരും. വളരെ ഹാൻഡി ആയിട്ട് നമുക്ക് പിടിച്ച് വീഡിയോ എടുക്കാനായിട്ടേ സഹായിക്കും ഇത്. അപ്പോൾ അത് വേണ്ടി വരും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തത് നന്നായി എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കിതിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അച്ചോ വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലത്, അതാണ് കാര്യം. ഓക്കെ, ഡൺ. ഉണ്ടാ, ഇങ്ങനെയാണ് നമ്മൾ വ്ളോഗ് ചെയ്യാനായിട്ട് പിടിക്കുക. ഓക്കെ, പിന്നെ നമുക്കിത് ഇങ്ങനെ വെക്കാൻ പറ്റും ട്രൈപോഡിൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇത്രയും സംഗതികളുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ കൂടുതൽ അൺബോക്സിങ് വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലെത്താനായിട്ട് സാധിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. നമ്മുടെ ട്രാവൽ വീഡിയോസ് ഇനി ഇതുമായിട്ട് ക്യാമറ സോണി ZV1 ക്യാമറയായിട്ടുള്ള ജൈത്രയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. കൂടെ വരിയായി നിരയായി ഒരുപാട് വീഡിയോകൾക്കായിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കാം. ഉടനെ ഒരു പരമ്പര ആരംഭിക്കുന്നതായിരിക്കും. നമ്മൾ കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പിന്നീട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൊറോണ സിറ്റുവേഷനൊക്കെ ആയിട്ട് TPR ഒക്കെ വളരെ കൂടി വരുന്നു. ലോക്ക്ഡൗണുകൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ എന്തും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ യാത്രകൾ എന്ന് ആരംഭിക്കും എന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ അധികം വൈകാതെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ
ഗുഡ് ബൈ.